ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നു ദേശത്തിന്റെ ഏറ്റവും വലിയ പ്രോഗ്രാം ആപ്കി അദാലത്ത്. രജത് ശർമ്മയോടൊപ്പം. നമസ്കാരം. ആപ്കി അദാലത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ആപ്കി അദാലത്തിലെ ഇന്നത്തെ അതിഥി സിനിമയിൽ തിളങ്ങി നിൽക്കുന്ന ഒരു നക്ഷത്രം. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ എല്ലാ രീതിയിലുള്ള റോളും അദ്ദേഹം ചെയ്തു കഴിഞ്ഞു. ജനങ്ങളുടെ മനസ്സിൽ സ്ഥാനം നേടി, നിറയെ അവാർഡ് ലഭിച്ചു, വിമർശകർ പോലും പ്രശംസിക്കുന്ന ഒരു വ്യക്തി. അദ്ദേഹം എങ്ങനെയുള്ള വ്യക്തിയാണെന്ന് വെച്ചാൽ മുംബൈ നഗരത്തിൽ വിജയക്കൊടി പാറിച്ച വ്യക്തിയാണ്. അദ്ദേഹം എങ്ങനെയുള്ള സ്റ്റാറാണെന്ന് വെച്ചാൽ ഹോളിവുഡിൽ ജനങ്ങളുടെ മനസ്സ് കീഴടക്കി ഇന്ത്യക്ക് നല്ല പേര് വാങ്ങിച്ചു കൊടുത്ത വ്യക്തിയാണ്. പ്ലീസ് വെൽക്കം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഫിലിം സ്റ്റാർ ഇർഫാൻ. നിങ്ങളുടെ ഈ കയ്യടികൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഇന്നത്തെ ജഡ്ജിയെ ഞാൻ ക്ഷണിക്കാൻ പോവുകയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയുടെ മെട്രോ എഡിഷന്റെ എഡിറ്ററാണ് അൻഷുൻ ചതുർവേദി. ആപ്കി അദാലത്തിലെ ഇന്നത്തെ വിചാരണ തുടങ്ങുന്നതിന് മുൻപ് ഇന്നത്തെ ജഡ്ജിയായ അൻഷുൻ ചതുർവേദി മെട്രോ എഡിഷന്റെ എഡിറ്ററിനോട് നമ്മൾ അനുവാദം ചോദിക്കാം. ജഡ്ജി സാർ, നിൽക്കണോ അതോ ഇരിക്കണം? ആരംഭിക്കാം. വിചാരണ നമ്മൾ തുടങ്ങിയാണ്. ആപ്കി അദാലത്തിലെ ഇർഫാനെതിരായ ആദ്യത്തെ കുറ്റാരോപണം എന്താണെന്ന് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഇർഫാന്റെ മേലുള്ള കുറ്റാരോപണം തന്റെ ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടി അദ്ദേഹം എന്തും ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ്. ഇർഫാൻ, ഞാൻ മനസ്സിലാക്കിയത് താങ്കളുടെ കുട്ടിക്കാലം മുതലേ ഒരേ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞാൻ ഫേമസ് ആവണം. അങ്ങനെ ഫേമസ് ആകാൻ വേണ്ടി ഞാൻ എന്തു വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാണ്. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് ജോലികളും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചതാ. പക്ഷേ അതിനുവേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. പിന്നീട് എനിക്ക് മനസ്സിലായി, ഞാൻ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ശരി, അത് ഒരിക്കലും പണത്തിന് വേണ്ടി മാത്രമായിരിക്കരുത്. അതിന് ഒരർത്ഥം ഉണ്ടാവണമെന്ന് എനിക്ക് തോന്നി. അതിനുശേഷവും ഞാൻ ശ്രമങ്ങൾ തുടർന്നു. പിന്നീട് ഞാൻ കുറെ സിനിമകൾ കണ്ടു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ഈ ഫീൽഡാണ് എനിക്ക് യോജിച്ചത്. നിങ്ങളുടെ ഫാമിലി നിങ്ങളെ സിനിമ കാണാൻ പോലും അയക്കില്ലെന്നാണ് ഞാൻ കേട്ടത്. പരമ്പരയായിട്ട് സിനിമ കാണാൻ താങ്കളെ അനുവദിക്കില്ലെന്ന്. വളരെ മോശമായ ഒരു കാര്യമാണ് അതെന്ന് പറയുന്നത്. അതെ, അങ്ങനെ വിചാരിക്കും. അവരെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഒരു നല്ല ജോലിയല്ല. അവരങ്ങനെ കാണില്ല. ഇത് അഴിഞ്ഞാട്ടക്കാരുടെ ജോലിയാണെന്നേ അവർ പറയൂ. പിന്നീട് ഞാൻ എൻ്റെ അമ്മയെ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു. വെറുതെ മരം ചുറ്റി കളിക്കാൻ മാത്രം പോവില്ല, അതിനോടൊപ്പം നല്ല കാര്യങ്ങളും ചെയ്യുമെന്ന് പറഞ്ഞു. പക്ഷേ അതവർക്ക് പൂർണ്ണമായി മനസ്സിലായില്ല. പക്ഷേ എൻ്റെ ഉള്ളിലെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി ഞാൻ ഒരുപാട് പരിശ്രമങ്ങൾ നടത്തി. മിഥുൻ ചക്രവർത്തിയാണ് താങ്കൾ റോൾ മോഡലായിട്ട് എടുത്തെന്ന് കേട്ടു. അദ്ദേഹത്തിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ടെന്ന് കേട്ടു. ആരോ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തിന്റെ മുഖച്ഛായ ഉണ്ടെന്ന്. മിഥുൻ ചക്രവർത്തി ആ സമയത്ത് അദ്ദേഹത്തിന്റെ പടങ്ങൾ റിലീസ് ചെയ്യുമ്പോഴൊക്കെ അദ്ദേഹത്തിന്റെ മുടി ഇങ്ങനെ താഴേക്ക് വീണ് കിടക്കും. നല്ല സോഫ്റ്റ് ആയിരിക്കും, കാണാൻ നല്ല ഭംഗിയാ. പക്ഷേ എന്റെ മുടി വളരെ ഹാർഡും കേളിയുമാണ്. അന്ന് എന്റെ കയ്യിൽ കാശില്ലെങ്കിലും ഞാൻ വെറുതെ ഇരിക്കില്ല. മുടി ഇങ്ങനെ ഡ്രൈ ചെയ്തുകൊണ്ട് ഞാൻ താഴേക്ക് വരുത്താൻ ശ്രമിക്കും. താഴേക്ക് വരും, പക്ഷേ ചകിരിനാര് പോലെ ഇത് ഇങ്ങനെ നിൽക്കും. അങ്ങനത്തെ ഒരുപാട് ഫോട്ടോസ് ഞാൻ എടുത്തിട്ടുണ്ട്, മിഥുൻ ചക്രവർത്തിയെ പോലെ. അദ്ദേഹത്തെ പോലെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കാൻ എനിക്ക് സന്തോഷമാണ്. എനിക്ക് ഇഷ്ടം. ഫോട്ടോകളൊക്കെ കാണുമ്പോൾ എന്ത് തോന്നുന്നു? നന്നായിരിക്കും. എനിക്ക് മിഥുൻ ചക്രവർത്തിയെ ഇപ്പോഴും ഇഷ്ടമാണ്. അദ്ദേഹം താമസിക്കുന്ന ഏരിയയിലാണ് ഞാനും താമസിക്കുന്നത്. വീടും വളരെ അടുത്ത് തന്നെയാണ്. ഒരു ദിവസം അദ്ദേഹത്തെ പോയി കാണണം. പക്ഷെ താങ്കളുടെ അച്ഛൻ താങ്കളെ കുറച്ച് ടഫാക്കാൻ വേണ്ടി ശ്രമിച്ചു, ഒരു വേട്ടക്കാരനെ പോലെ, അതായത് ഒരു ഹണ്ടർ പോലെ. എന്റെ അച്ഛൻ ഒരു ഹണ്ടറായിരുന്നു. അച്ഛന്റെ ഒപ്പം ഞങ്ങളും ഹണ്ടിങ്ങിന് പോകാറുണ്ട്. കാട് കാണാൻ നല്ല രസമാണ്. പക്ഷെ മൃഗങ്ങൾ മരിച്ചു വീഴുമ്പോൾ വല്ലാത്ത സങ്കടം തോന്നും. അതിനെക്കുറിച്ച് കഥയൊക്കെ എഴുതിയിട്ടുണ്ട്. പാവം, ഇത് മരിച്ചുപോയല്ലോ, ഇതിന്റെ കുഞ്ഞിനെ ആരുണ്ട്, ഇതിന്റെ അമ്മയെ ആര് നോക്കും എന്നൊക്കെ പറഞ്ഞ്. ഇതൊക്കെ എന്റെ തലയ്ക്കകത്ത് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. ഒരു ദിവസം അച്ഛൻ എന്നെ കൊണ്ട് ഷൂട്ട് ചെയ്യിച്ചു. അതിലൊരു മൃഗവും ചത്തുവീണു. അത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു. അത് കുറെ നാൾ എന്നെ അലട്ടി. ഞങ്ങളെ അറിയാവുന്നവരെല്ലാം പറയും പതാന്റെ വീട്ടിലൊരു ബ്രാഹ്മണൻ ജനിച്ചിട്ടുണ്ടെന്ന്. താങ്കളുടെ അച്ഛനൊരു സ്ട്രിക്റ്റായ അച്ഛനാണെങ്കിലും പക്ഷേ താങ്കളുടെ കണ്ണിന് അദ്ദേഹം ഒരു വലിയ ഫാനാണെന്നാണ് ഞാൻ അറിഞ്ഞത്. അദ്ദേഹം എന്തു പറയുന്നു വെച്ചാ, ഇത് കണ്ണുകളാണോ അതോ ഗോട്ടിയാണോ? പക്ഷേ താങ്കൾ കുടുംബത്തിലുള്ളവരോട് കള്ളം പറഞ്ഞ് അവരെയൊക്കെ പറ്റിച്ചുകൊണ്ട് താങ്കൾ എങ്ങനെയോ NSTയിൽ പോയി ജോയിൻ ചെയ്തെന്നാണ് കേട്ടത്.
മണ്ണിടേണ്ടത് അത്യാവശ്യമായിരുന്നു, പക്ഷേ എനിക്ക് ഒന്നും ആ സമയത്ത് മനസ്സിലായിരുന്നില്ല. ജയ്പൂരില് ശരിക്കും പറഞ്ഞാൽ എക്സോസ്റ്റായി. പിന്നീട് ആ സമയത്ത് എനിക്ക് ഒരു പണിയുമില്ലായിരുന്നു. ഫ്രണ്ട്സിന്റെ കൂടെ ഇങ്ങനെ ചുമ്മാ ഇരിക്കും, പിന്നെ അവിടെ ഇവിടെയൊക്കെ പോവും, കോളേജിൽ പോയി പെൺപിള്ളേരെ കളിയാക്കും. സത്യം പറഞ്ഞാൽ എനിക്ക് പെൺകുട്ടികളെ ലൈനടിക്കാൻ പോലും അറിയില്ല. ഞങ്ങൾ വെറുതെ ഒന്ന് മാർക്ക് ചെയ്യും, അത്രേ ഉള്ളൂ. 2 പെൺകുട്ടികൾ നടന്നു പോവാണെങ്കിൽ ഇത് എന്റെ ആള്, ഇത് അവന്റെ ആളെന്ന് വെറുതെ മാർക്ക് ചെയ്യും. ചില സമയത്ത് ഞങ്ങൾക്കിടയിൽ വഴക്കുണ്ടാവും, അത് നിന്റെ ആളല്ല, അത് എന്റെ ആളാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ആ പെൺകുട്ടികളുടെ വീട് വരെ ഞങ്ങൾ അവരുടെ പുറകെ പോകും. അത് കഴിഞ്ഞ് അവർക്ക് എങ്ങനെ മെസ്സേജ് അയക്കാമെന്ന് ഞങ്ങൾ ചിന്തിക്കും. ഈ പ്രോസസ്സ് കുറഞ്ഞത് 4, 5, 6 മാസം വരെ നീളും. ഒരുപക്ഷെ ഒരു ബായോ ഹായോ ഒക്കെ പറയാൻ ചാൻസ് കിട്ടിയാൽ പോലും അതിനുള്ള ധൈര്യം ഉണ്ടാവില്ല. ഇപ്പൊ ഇൻട്രസ്റ്റിംഗ് ആയ സ്ത്രീകളെ പറ്റി പറഞ്ഞ് എന്റെ ചോദ്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമയിൽ അഡ്മിഷന് വേണ്ടി താങ്കൾ കള്ളം പറഞ്ഞെന്നാണ് ഞാൻ അറിഞ്ഞത്. അതെ, എന്റെ അമ്മയോട് ഞാൻ കള്ളം പറഞ്ഞു. ഞാൻ അവിടെ പോകുന്നത് ആക്ടിങ്ങിന് വേണ്ടിയല്ല, ആക്ടിങ് പഠിക്കാൻ വേണ്ടി പോവാണെന്നാണ് പറഞ്ഞത്. പഠിച്ചു കഴിഞ്ഞിട്ട് ജയ്പൂർ യൂണിവേഴ്സിറ്റിയിൽ വരും, ഇവിടെ ടീച്ചറാവും ലെക്ചറാവും എന്നൊക്കെ പറഞ്ഞു. സോ കൺവിൻസ് ആയി. പിന്നീട് NSTക്ക് വേണ്ടി ഞാൻ അഭിനയിച്ച നാടകം കാണിച്ചു കൊടുത്തു. അന്ന് എനിക്ക് സിനിമയായിട്ട് ഒരു ബന്ധമില്ലായിരുന്നു, നാടകത്തിൽ അഭിനയിക്കും, അത്രേ ഉള്ളൂ. അഭിനയം പഠിച്ചിട്ട് നാടകത്തിൽ അഭിനയിച്ചുകൊണ്ടിരുന്നു. അന്ന് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അമ്മയോട് അങ്ങനെ പറയല്ലാതെ വേറെ നിവൃത്തിയില്ല. ഞാൻ അറിഞ്ഞത് താങ്കൾ അവിടെ ആക്ടിംഗ് വളരെ സിൻസിയറായിട്ട് പഠിച്ചെന്നാണ്. അതായിരുന്നു എന്റെ ലക്ഷ്യം. ഞാൻ അവിടെ പോയതിന്റെ കാരണവും അതുതന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവരും പറയുന്നത് ഇവൻ NSTക്കകത്ത് വന്ന് ഒന്നും ആലോചിക്കാതെ ഒരു സർക്കിളിനകത്ത് തന്നെ കിടന്ന് കറങ്ങുമെന്ന്. അവന്റെ ഏരിയ വിട്ട് അവൻ പുറത്തു വരില്ലെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ മനസ്സിനകത്തൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. ഞാൻ NSTയിൽ ചെന്നപ്പോൾ ടീച്ചർ ആക്ടിംഗ് പഠിപ്പിക്കും, അടുത്ത ദിവസം തന്നെ ഞാൻ ആക്ടർ ആവുമെന്നുള്ള തെറ്റിദ്ധാരണ. സോ അതിനുവേണ്ടി ഞാൻ വിടാതെ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മുംബൈ വന്നതിന് ശേഷം താങ്കൾക്ക് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ എങ്ങനെ? മുംബൈയിലേക്ക് ഞാൻ ജോലി അന്വേഷിച്ചു പോയതൊന്നുമല്ല. മുംബൈ എന്നെ വിളിച്ചപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി. താങ്കൾ TV സീരിയലുകളിൽ ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ ഗോവിന്ദ് നെഹ്ലാനി ക്ഷണിച്ചു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഞാൻ 3 സിനിമകൾ ചെയ്തിട്ടുണ്ട്. അത് ദൂരദർശനിൽ ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് സംപ്രേഷണം ചെയ്യാറുണ്ട്. ആ 3 സിനിമകൾ ചെയ്തതിന് ശേഷം പിന്നീട് ഞാൻ മുംബൈയിൽ തന്നെ സെറ്റിലായി. താങ്കൾ എങ്ങനെയുള്ള സീരിയലുകൾ ചെയ്തെന്ന് വെച്ചാൽ ചാണക്യ ചെയ്തിട്ടുണ്ട്, മറ്റൊന്ന് ഗ്രേറ്റ് മറാഠ, പിന്നെ ജയ് ഹനുമാൻ. ജയ് ഹനുമാൻ ചെയ്തില്ല. ഒരു എപ്പിസോഡ് കഴിഞ്ഞ് ഓടി വന്നു. പക്ഷെ അതിലെന്ത് പ്രശ്നമുള്ളത്? നല്ല സീരിയലല്ലേ ചാണക്യ. ഞാനിത് തെളിയിക്കാൻ ഒരുങ്ങുകയാണ്. അതായത് താങ്കൾ സക്സസിന് വേണ്ടി എന്തും ചെയ്യാൻ തയ്യാറാണെന്നുള്ള കാര്യം. പടത്തിൽ റോൾ ഇല്ലാത്ത സമയത്ത് താങ്കൾ ചെറിയ റോളാണെങ്കിലും ഓക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ വന്നത് സിനിമയിൽ അഭിനയിക്കാനല്ലേ, പിന്നെ ഇവിടെന്താ എനിക്ക് കാര്യമെന്ന്. അന്ന് എനിക്ക് തോന്നി അമരീഷ് പുരിയുടെ പുറകെ നിന്നാൽ മതി, എന്റെ ജീവിതം തന്നെ സഫലമാകുമെന്ന്. പക്ഷെ എനിക്ക് ആ ചാൻസ് കിട്ടിയില്ല. ഇൻഡസ്ട്രി അങ്ങനെ ഒരു അവസരം തന്നില്ല. ഇൻഡസ്ട്രി താങ്കളുടെ ടാലന്റ് മനസ്സിലാക്കി. ഇല്ലായിരിക്കാം. TV-യിൽ എല്ലാവരും പറയാറുണ്ട് ഇവൻ നല്ലൊരു ആക്ടറാണെന്നൊക്കെ. പക്ഷേ സിനിമയിൽ ആരും അവസരം തന്നില്ല. സുഭാഷ് ഘൈ സാർ പോലും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എന്റെ സീരിയലിൽ അഭിനയം കണ്ടിട്ട് ഇതേതാ ഈ പയ്യൻ, ഇവൻ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞത്രേ. പിന്നീട് ഞാൻ സുഭാഷ് ഘൈ സാറിന്റെ ഫോൺ എപ്പോൾ വരുമെന്നും പറഞ്ഞ് കാത്തിരിക്കുമായിരുന്നു. ചിലപ്പോഴൊക്കെ എന്റെ വൈഫിനോട് പറയും ആരെ വിളിക്കുന്നതെന്നൊക്കെ, സുഭാഷ് ഘൈ സാറാന്ന്. അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. താങ്കളുടെ വൈഫ് എന്താണ് പറഞ്ഞെന്ന് വെച്ചാൽ, താങ്കൾ ജോലിയിൽ എത്രത്തോളം ഇൻവോൾവ് ആണെന്ന് വെച്ചാൽ, താങ്കൾ അവരോടൊപ്പം ലിഫ്റ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ ഉച്ചത്തിൽ ഡയലോഗ് പറയും, അത് അവർക്ക് ഡിസ്റ്റർബ് ആണെന്നാണ് പറയുന്നത്. അവള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഈ ബസാറിൽ വെച്ചുള്ള റിഹേഴ്സൽ ഒന്ന് നിർത്തണമെന്ന്. ആക്ച്വലി ഞാൻ ലൗഡ് തിങ്കറാണ്. എന്ത് മനസ്സിൽ തോന്നുന്നോ അത് പുറത്തു പറയും. ചിലപ്പോഴൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കമ്പിയിൽ പിടിച്ചുകൊണ്ട് ഞാൻ സംസാരിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ബസ്സിലിരിക്കുന്നവരൊക്കെ എന്നെ ശ്രദ്ധിക്കാൻ തുടങ്ങും. എന്നെ നോക്കുന്നവരെ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടോന്നാണ് നോക്കുന്നത്. അവരുടെ നോട്ടം അങ്ങനെയായിരിക്കും. അതുകൊണ്ട് അവള് പറയുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്, വീട്ടിൽ വന്നിട്ട് റിഹേഴ്സൽ ചെയ്യും. ഫ്രാൻസിൻ തോമറിലൊരു പാട്ടുണ്ട്, നിങ്ങളുടെ കണ്ണിന് ഭംഗിയുണ്ട്, അത് താങ്കൾക്ക് ഫിറ്റാകും, പക്ഷെ വളരെ നന്നായിട്ട് സംസാരിക്കുമെന്ന് ഇപ്പൊ സംസാരിക്കുമ്പോൾ മനസ്സിലായത്. പക്ഷേ ആ സംസാരത്തിൽ റൈഫിൾ കൊണ്ടുള്ള ഷൂട്ടിംഗ് പോലൊന്നും ഇല്ലല്ലോ. അതെ, റൈഫിൾ ഷൂട്ടിംഗ് അല്ലേ. പക്ഷെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ താങ്കൾ അത് അംഗീകരിച്ചിരിക്കുകയാണ്. അതെ. ഇപ്പോ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഹോളിവുഡ് ഡയറക്ടേഴ്സിന് താങ്കൾ എന്താണ് സജസ്റ്റ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ, ഇന്ത്യയിൽ ഇന്റിമേറ്റ് സീനിൽ പോലും ധാരാളം വസ്ത്രങ്ങൾ ഉപയോഗിക്കുമെന്ന്. ആക്ച്വലി എനിക്ക് നാണമായിരുന്നു, എന്റെ ശരീരം കാണിക്കാൻ എനിക്ക് ഇഷ്ടമില്ലായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത്. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി മുംബൈയിൽ തുടങ്ങി ഹോളിവുഡ് വരെ തന്റെ അഭിനയ മികവ് കൊണ്ട് പ്രശസ്തി നേടിയ വ്യക്തിയാണ് ഫിലിം സ്റ്റാർ ഇർഫാൻ. ആപ്കി അദാലത്തിലെ അടുത്ത കുറ്റാരോപണം.
ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഇർഫാന്റെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹത്തിന്റെ അപ്രോച്ച് നെഗറ്റീവാണ് എന്നുള്ളതാണ്. ഇർഫാൻ, ഇത് സത്യമാണോ? മുംബൈയിൽ താങ്കൾക്ക് ജോലി ഇല്ലാത്ത സമയത്ത് കിട്ടിയ ജോലി താങ്കൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് പെട്ടിയെല്ലാം എടുത്തുകൊണ്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകാൻ വേണ്ടി താങ്കൾ തയ്യാറെടുത്തെന്നാണ് ഞാൻ കേട്ടത്. ആക്ച്വലി എനിക്ക് വളരെ ബോറിംഗ് ആയിരുന്നു. ബോറെന്ന് പറഞ്ഞാൽ പരമ ബോർ. ശരിക്കും പറഞ്ഞാൽ ഞാൻ എൻ്റെ ജോലിയെ ഒരു ജോലിയായിട്ടല്ല കണ്ടത്. എന്ത് ചെയ്യുകയാണെങ്കിലും അതിനെ ആത്മാർത്ഥമായിട്ട് ചെയ്യണം. എല്ലാ ജോലിയും സന്തോഷത്തോടെ ചെയ്യാൻ കഴിയില്ല. ഞാൻ ചെയ്യുന്ന ജോലിയിൽ എനിക്ക് സന്തോഷം കിട്ടണം. എൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടാവണം. ഇഷ്ടപ്പെടുന്ന ജോലി നമുക്ക് ആത്മാർത്ഥമായിട്ട് ചെയ്യാൻ കഴിയും. അങ്ങനെയാണെങ്കിൽ മുംബൈയിൽ നിന്നും ഓടിപ്പോവാനുള്ള തീരുമാനം താങ്കൾ എങ്ങനെയാണ് മാറ്റിയെടുത്തത്? എനിക്കൊരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, തിക്മാൻ സദൂലിയ. എടോ നിനക്ക് ഞാനൊരു നാഷണൽ അവാർഡ് വാങ്ങിച്ചു തരാം, എന്നിട്ട് ഇവിടുന്ന് വിട്ടാ മതിയെന്ന്. പക്ഷേ ഇതുവരെ അദ്ദേഹം വാങ്ങിച്ചു തന്നിട്ടില്ല. ഹാസിൽ, അതിൽ താങ്കൾ വില്ലന്റെ റോളാണ് ചെയ്തത്. അതെ, ഞാനതിൽ വില്ലനായിട്ട് അഭിനയിച്ചു. അത് വലിയ രീതിയിൽ ഹിറ്റായി. അതെ, വലിയ ഹിറ്റായിരുന്നു. അതിനുശേഷം താങ്കൾക്ക് നിറയെ വില്ലൻ റോൾ കിട്ടാനുള്ള ഓഫറുകൾ വന്നെന്നും ഞാൻ അറിഞ്ഞു. ഡെയിലി 2 ഓഫേഴ്സ് വരും. പക്ഷെ താങ്കൾ ഹീറോ ആകാനാണ് ഇഷ്ടപ്പെട്ടത്. ഞാൻ വില്ലൻ റോൾ ചെയ്തുകൊണ്ട് വില്ലൻ തന്നെ ആണോന്നില്ല, വേറെ എന്തെങ്കിലും റോൾ തരാമല്ലോ. വില്ലൻ റോൾ ചെയ്തവർക്കും ഹീറോ ആവാമല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്, താങ്കളുടെ നെഗറ്റീവ് അപ്രോച്ച്. അതായത് താങ്കൾ വില്ലനായിട്ടുള്ളപ്പോൾ തന്നെ ഹീറോ ആകാൻ ആഗ്രഹിച്ചു എന്നുള്ള കാര്യം സത്യമല്ലേ? പറഞ്ഞ സത്യം. ആക്ച്വലി അപ്രോച്ച് നെഗറ്റീവാണെന്നുള്ളത് കറക്റ്റാണ്. നെഗറ്റീവ് എന്താന്ന് വെച്ചാൽ ഞാൻ എന്നെ തന്നെ ക്രിട്ടിസൈസ് ചെയ്യും. മക്ബൂലിൽ താങ്കൾ വളരെയധികം സന്തോഷപ്പെട്ടു, കാരണം അതിൽ ഹീറോ ആവാനുള്ള ചാൻസ് താങ്കൾക്ക് ലഭിച്ചു. അതെ, എനിക്ക് വളരെ സന്തോഷം തോന്നി. അത് വളരെ നല്ല പടമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട പടമായിരുന്നു അത്. എപ്പോഴെങ്കിലും താങ്കൾ ആലോചിച്ചിട്ടുണ്ടോ, അതായത് ഇങ്ങനെ ഒരു മുഖത്തോടുകൂടി എനിക്ക് എങ്ങനെ ഹീറോ ആകാൻ സാധിക്കുമെന്ന്? ആക്ച്വലി കുറച്ചു നാൾ മുമ്പൊക്കെ എനിക്കൊരു ആക്ടറാവാൻ കഴിയുമെന്നുള്ള ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ എൻ്റെ ഫേസ് വെച്ച് മറ്റുള്ളവരുടെ ഫേസുമായി താരതമ്യം ചെയ്തു നോക്കും, എന്നെപ്പോലുള്ള ഏതെങ്കിലും ആക്ടർ ഉണ്ടോന്ന്. അതിനുശേഷം ഞാൻ തന്നെ സ്വയം ആശ്വസിക്കും, ഏത് മുഖത്തിനും ഹീറോ ആവാൻ കഴിയുമെന്ന്. അങ്ങനെയൊക്കെ ഞാൻ ആലോചിച്ചിട്ടുണ്ട്. ശരിക്കും പറയുകയാണെങ്കിൽ സൂപ്പർ സ്റ്റാറായ പലരും ഗുഡ് ലുക്കിംഗ് അല്ല. അതെനിക്ക് വല്ലാത്തൊരു കോൺഫിഡൻസ് തന്നിരുന്നു. രാജേഷ് ഖന്ന സാറായിക്കോട്ടെ, അമിതാഭ് ബച്ചൻ സാറായിക്കോട്ടെ, അല്ലെങ്കിൽ ദിലീപ് കുമാർ സാറായിക്കോട്ടെ, ഞാൻ എന്നെ അവരുമായിട്ട് കമ്പയർ ചെയ്യുന്നതല്ല, ഞാനുള്ള പോസിബിലിറ്റീസ് പറഞ്ഞതാ. ജനങ്ങൾ എപ്പോഴും ഒരാളുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റിയിൽ വിശ്വസിക്കുന്നതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്, അവരുടെ പുറമോടിയല്ല. അതെ, അത് അൺകൺവെൻഷണൽ റോൾ. പോൺസിംഗ് ടോമർ എന്ന സിനിമയാണ് താങ്കൾക്ക് വലിയൊരു ഹിറ്റ് നൽകിയത്, സത്യമല്ലേ? അതെ, പാൻസിംഗ് ടോമറുടെ ആത്മാവ് കറങ്ങുന്നതുവരെ ഈ സമൂഹം അദ്ദേഹത്തിന് നീതി കൊടുത്തില്ല. ഈ നാടിന്റെ സിസ്റ്റം അദ്ദേഹത്തിന് നീതി കൊടുത്തില്ല. അത് ഞങ്ങളുടെ സ്റ്റോറിയിലൂടെ ജനങ്ങളിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. താങ്കൾ എന്താ പറഞ്ഞെന്ന് വെച്ചാൽ, ന്യൂസിൽ ഇങ്ങനൊരു കാര്യമുള്ളത് അറിയില്ല, എനിക്ക് പ്രേമിക്കാൻ അറിയില്ല, ഉള്ളിലുള്ള കുറ്റങ്ങൾ മാത്രം താങ്കൾ കണ്ടെത്തും. അത് സത്യമാ, ഞാൻ കുറവുകളെ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ ഒന്നുണ്ട്, പാൻസിംഗ് ടോമറുടെ സക്സസ് എനിക്ക് വളരെ സന്തോഷം തന്നു. അതിലെനിക്ക് യാതൊരു കുറവും ഉണ്ടായില്ല. പാൻസിംഗ് ടോമറിൽ ഒരു കുറവും ഉണ്ടായിട്ടില്ല. ഒരേ ഒരു കാര്യം മാത്രം, ഞങ്ങള് അവരുടെ കുടുംബത്തിലുള്ളവർക്ക് അവരുടെ ഡ്യൂ കിട്ടിയോ ഇല്ലയോ എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അതല്ലാതെ വേറൊരു വിഷമവുമില്ല, വേറൊരു പ്രശ്നവുമില്ല. ചില സമയങ്ങളിൽ താങ്കൾ ഇങ്ങനെയും ഫീൽ ചെയ്തിട്ടുണ്ട്, അതായത് ഇംഗ്ലീഷ് താങ്കൾക്ക് സംസാരിക്കാൻ അറിയില്ലെന്ന്. പറയാൻ കഴിയില്ലെങ്കിൽ പറയാൻ പറ്റില്ലെന്ന് ഞാൻ പറയും. ഞാൻ അത്രയ്ക്കൊന്നും പോപ്പുലർ അല്ലെന്നാണ് പറയാനുള്ളത്. മുംബൈയിൽ ഞാൻ വളരെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ കൂടെയുള്ളവരൊക്കെ പറയുമായിരുന്നു, അതായത് ഇഫ് യു വാണ്ട് ടു ബ്രേക്ക് ഇൻ യു ഷുഡ് ട്രൈ ടു ലേൺ ഇംഗ്ലീഷ്, യു ഷുഡ് ലുക്ക് ലൈക്ക് ഇംഗ്ലീഷ് ക്ലാസ്, യു ഷുഡ് ലുക്ക് ലൈക്ക് ഹെറിറ്റ്. പിന്നീട് ഈ കാര്യം എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കി. എന്റെ വിശ്വാസം, ലാംഗ്വേജ് ഒരിക്കലും നിങ്ങളെ ഹെറിറ്റാക്കി മാറ്റില്ല. ലാംഗ്വേജ് നിങ്ങളെ അച്ചടക്കമുള്ള ആളാക്കി മാറ്റില്ല. ലാംഗ്വേജ് ആർക്ക് വേണമെങ്കിലും സംസാരിക്കാൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ എന്താണെന്നുള്ളതാണ് വളരെ പ്രധാനം. പക്ഷേ ഇർഫാൻ, ഏതൊരു ആർട്ടിസ്റ്റിനാണോ ഇംഗ്ലീഷ് നന്നായിട്ട് സംസാരിക്കാൻ അറിയാത്തത്, ആ ആർട്ടിസ്റ്റിന്റെ മുഖം അത് താങ്കളെപ്പോലെയുണ്ട്, പക്ഷേ അദ്ദേഹം ഹോളിവുഡിൽ ആക്ട് ചെയ്യാൻ പോയി. ആക്ച്വലി മുഖമാണ് കാരണം. ഹോളിവുഡിന് എൻ്റെ മുഖം വളരെ ഇഷ്ടമാണ്. പിന്നെ അവരെനിക്ക് ധാരാളം പുസ്തകം തരുമായിരുന്നു. ശരിക്കും എന്നെ കണ്ടവർ വളരെ അത്ഭുതപ്പെട്ടു പോയെന്ന് വേണം പറയാൻ. പക്ഷേ ഹോളിവുഡ് ഡയറക്ടേഴ്സ് താങ്കളോട് ഇംഗ്ലീഷിൽ സംസാരിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ അറിഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരു സിനിമ വന്നിരുന്നു, ലൈഫ് ഓഫ് പൈ. അതെ, ഇതിൽ വളരെ വ്യത്യസ്തമായ രീതിയിൽ താങ്കളോട് ഇംഗ്ലീഷ് പറയാൻ പറഞ്ഞു. അതെ, എന്നോട് ഇംഗ്ലീഷ് അങ്ങനെയാണ് പറയാൻ പറഞ്ഞത്. പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. അതായത് എനിക്കവിടെ ബംഗാളി ആക്സന്റിൽ ഇംഗ്ലീഷ് സംസാരിക്കണമായിരുന്നു. അതിനുവേണ്ടി ഞാൻ ഫുൾ പ്രിപ്പയർ ആയി.
അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ നമ്മുടെ ഓഡിയൻസിന് ഒരു എക്സാമ്പിൾ പറയാൻ സാധിക്കുമോ ബംഗാളി സ്റ്റൈലിൽ എങ്ങനെ ഇംഗ്ലീഷ് സംസാരിച്ചെന്ന്? അതെനിക്ക് ശരിക്കും ഓർമ്മയില്ല. ബംഗാളി സ്റ്റൈലിൽ സംസാരിച്ചു. അതായത് അത് സത്യത്തിൽ ഇപ്പോൾ അത് എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നില്ല. പക്ഷേ ലൈഫ് ഓഫ് പൈയിൽ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാ കനേഡിയൻ ഫ്രഞ്ച് ഇന്ത്യൻ ആക്സെന്റ്. ഈ കനേഡിയൻ ഫ്രഞ്ച് ഇന്ത്യൻ ആക്സെന്റിന് ഞാനിവിടെ പോകാൻ. സോ ഞാൻ ഒരു ട്രെയിനറെ ഹയർ ചെയ്യണമെന്നുള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. പിന്നെ ഞാൻ സ്വയം പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നു. 3-4 മാസം അങ്ങനെ വേസ്റ്റായി പോയി. ഷൂട്ടിംഗ് തുടങ്ങിയപ്പോ അവര് പറഞ്ഞു ഈ ആക്സെന്റ് ഒട്ടും ശരിയല്ലെന്ന്. പിന്നീട് അവര് നിങ്ങളെ നോർമൽ ആക്സെന്റ് തന്നെ സംസാരിക്കാൻ പറഞ്ഞു. പിന്നീട് അതെല്ലാം മാറ്റേണ്ടി വന്നു. പിന്നെ അമേസിംഗ് സ്പൈഡർമാനിൽ ആ പടത്തിലും അതിലും ഇംഗ്ലീഷ് ആക്സെന്റാ സംസാരിച്ചത്. അതില് പ്രത്യേകിച്ച് പരിശീലനമൊന്നും വേണ്ട കാര്യമില്ലായിരുന്നു. ഇന്ത്യനായിട്ട് അഭിനയിച്ച് അമേരിക്കൻ ആക്സെന്റ്. നമ്മുടെ ഈ ജനങ്ങൾക്ക് എന്താണ് അറിയേണ്ടതെന്ന് വെച്ചാൽ ഒരുപക്ഷെ ഇംഗ്ലീഷ് അറിയില്ലെങ്കിൽ പോലും അമേരിക്കൻ ആക്സെന്റിൽ എങ്ങനെ സംസാരിക്കണം എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ ഇത് പഠിപ്പിക്കാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടല്ലോ ഇവിടെ. ഇപ്പോഴൊക്കെ നൈറ്റ് സർവീസ് ഉണ്ട്. ഫോണിൽ വേണമെങ്കിലും സംസാരിക്കാം. കോൾ സെന്റേഴ്സ്. ആ താങ്കളുടെ മേലുള്ള കുറ്റാരോപണം എന്താണെന്ന് വെച്ചാൽ ചെയ്യാൻ പറ്റാത്ത ക്യാരക്ടർ പോലും താങ്കൾ ചെയ്യുന്നു എന്നുള്ളത്. പലതവണ നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് മനുഷ്യന് പലപ്പോഴും പണത്തിന്റെ ആവശ്യം വരും. അങ്ങനെയുള്ള സമയങ്ങളിൽ ചെയ്യാതെ വേറെ നിവൃത്തിയില്ല. വളരെ സന്തോഷം. താങ്കൾ സത്യസന്ധമായിട്ട് ഈ കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. പണത്തിന് വേണ്ടി ചില സമയത്ത് ആവശ്യമില്ലാത്ത റോൾസും ഇതിലെന്താ ഉള്ളത്? ചെയ്യേണ്ടി വന്നു, ചെയ്തു, അത്രേ ഉള്ളൂ. പക്ഷേ അതൊരിക്കലും നമുക്ക് സന്തോഷം തരില്ല. സർ, ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്, താങ്കൾ നിറയെ മൂവീസ് ചെയ്തിട്ടുണ്ട്. ഏത് ക്യാരക്ടറാണ് എൻജോയ് ചെയ്തിട്ടുള്ളത്? പോൺസിംഗ് ടോമർ ക്യാരക്ടറോ ഇല്ലേ റൊമാന്റിക് ക്യാരക്ടറോ? രണ്ടും. പാൻസിംഗ് പിന്നെ ഏറ്റവും റൊമാൻസ്. കൂടുതൽ എൻജോയ് ചെയ്തത് ഏതാണ്? റിയൽ ലൈഫിൽ റൊമാൻസ്, പിന്നെ സിനിമയിൽ പാൻസിംഗ്. എന്നുവെച്ചാ റൊമാൻസ് അധികമാണെന്ന്. അതെ. ഈ റൊമാൻസ് എങ്ങനെയുള്ളതാണെന്ന് വെച്ചാൽ, റൊമാൻസ് നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചു പോയിട്ടുണ്ടെങ്കിൽ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങൾ മറക്കാൻ റൊമാൻസ് വളരെ അത്യാവശ്യമാണ്. റൊമാൻസ് നമുക്ക് ശക്തി തരും ഈ കൈപ്പേറിയ അനുഭവങ്ങളെ ചെറുത്ത് നിൽക്കാൻ താങ്ക് വേണ്ടി. യു സർ. പക്ഷേ ഈ കാര്യം സത്യമാണോ? അതായത് പടത്തിൽ വളരെ ഇന്റിമേറ്റ് ആയിട്ടുള്ള സീൻ ചെയ്യാൻ താങ്കൾ വളരെയധികം കഷ്ടപ്പെടുമെന്ന്. എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, നമ്മുടെ പാർട്ട്ണർക്ക് പ്രോബ്ലം ഉണ്ടാവാൻ പാടില്ല, അവരുടെ മുഖത്ത് ഒരു വിഷമം ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ളപ്പോ അവർ വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നതെന്ന് എനിക്ക് തോന്നിയാൽ അപ്പൊ എനിക്ക് വളരെ സമാധാനമാവും. ഞാൻ അറിഞ്ഞത് ഹോളിവുഡിലുള്ള ഡയറക്ടേഴ്സിന് താങ്കൾ ഇങ്ങനെ സജസ്റ്റ് ചെയ്തെന്നാണ്. ഇന്ത്യയിൽ ഇന്റിമേറ്റ് സീൻ പോലും ഫുൾ ഡ്രസ്സോടാണ് ചെയ്യുന്നതെന്ന്. ആക്ച്വലി ഒരു ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം എന്നോടൊന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു ഇന്റിമേറ്റ് സീൻ ഉണ്ടെന്ന്. നിങ്ങൾ നിങ്ങളുടെ കുർത്ത അഴിച്ചു മാറ്റണമെന്ന് എന്നോട് പറഞ്ഞു. അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങൾ ഉറങ്ങുമ്പോൾ എപ്പോഴും തുണി ഉടുത്തുകൊണ്ടാണോ ഉറങ്ങുന്നതെന്ന്. അദ്ദേഹം എന്നോട് ചോദിച്ചതാണ്. ഞങ്ങൾ തുണി അഴിച്ച് ഉറങ്ങില്ലെന്ന് ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. ഞങ്ങൾ തുണി ഉടുത്തുകൊണ്ടാണ് ഉറങ്ങുന്നതെന്ന് പറഞ്ഞു. അവരുടെ നാട്ടിലെ രീതി എന്താന്ന് വെച്ചാൽ, ഒറ്റയ്ക്ക് ഉറങ്ങുകയാണെങ്കിൽ ശരി, ആരുടെയെങ്കിലും കൂടെ ഉറങ്ങുകയാണെങ്കിൽ ശരി, തുണി ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അവർ കിടന്നുറങ്ങുന്നു. കാരണം ഞാനൊരു ഇന്ത്യനാണ്, ഇന്ത്യൻ ക്യാരക്ടറാണ് ചെയ്യുന്നത്. അതെങ്ങനെയാണോ അതുപോലെയല്ലേ ചെയ്യാൻ പറ്റൂ. പിന്നീട് കുർത്തയിട്ടുകൊണ്ടാണ് ഉറങ്ങിയത്. ആക്ച്വലി എനിക്ക് നാണമായിരുന്നു. എനിക്കെന്റെ ശരീരം കാണിക്കാൻ ഇഷ്ടമില്ലായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്തു. ഇർഫാൻ, താങ്കളോട് ചോദിക്കാൻ ഇനിയും പല ചോദ്യങ്ങളുണ്ട്. അതിന്റെ ഉത്തരങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമാണ്. നമുക്കിപ്പോൾ ഒരു ബ്രേക്ക് എടുക്കാം. ഇപ്പോൾ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇർഫാന്റെ മേലുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. താങ്കൾ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, സരസ്വതി സിനിമയിലുണ്ടായിരിക്കണം, ആ ഒരു വിശുദ്ധി ഉണ്ടായിരിക്കണമെന്ന്. അപ്പോൾ മല്ലിക ഷെറാവത്തിനോടൊപ്പം താങ്കൾ കിസ് ചെയ്തില്ലേ? അതെങ്ങനെ? വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്നത്തെ നമ്മുടെ അതിഥി ഫിലിം സ്റ്റാർ ഇർഫാനാണ്. ആപ്കി അദാലത്തിൽ ഇർഫാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം എന്താണെന്ന് നമുക്ക് നോക്കാം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഇർഫാന്റെ മേലുള്ള കുറ്റാരോപണം, ഇദ്ദേഹം സിനിമയുടെ ട്രഡീഷൻസ് മൊത്തമായിട്ട് മാറ്റുന്നു എന്നുള്ളതാണ്. ഇർഫാൻ, താങ്കൾ പറഞ്ഞു ചില സമയങ്ങളിൽ പണത്തിന് വേണ്ടി ജോലി ചെയ്യേണ്ടി വരുമെന്ന്. അങ്ങനെ പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്ന സമയത്ത് താങ്കൾക്ക് വളരെ പെയിൻഫുൾ ആയിരിക്കുന്നു ഞാൻ കേട്ടു. പക്ഷേ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ഒരു ട്രഡീഷനിൽ എന്താണെന്ന് വെച്ചാൽ, എല്ലാ വലിയ സ്റ്റാറുകളും പണത്തിന് വേണ്ടിയാണ് ജോലി ചെയ്യുന്നത്. എല്ലാ വലിയ സ്റ്റാർസും കാശിന് വേണ്ടി മാത്രമാണ് അഭിനയിക്കുന്നതെന്ന് ഞാൻ പറയില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ, 100 കോടി കിട്ടിയില്ലെങ്കിൽ അവർ വലിയ സ്റ്റാർ അല്ല. ഫിലിംസിന് ഇതുപോലൊരു വിചിത്ര ശാപം അവര് തന്നിട്ടുണ്ട്. അതൊക്കെ തകർക്കുക എന്നുള്ളത് എന്റെ അടിസ്ഥാനപരമായ കടമയാണെന്ന് ഞാൻ കരുതുന്നു. ഇതെനിക്ക്
സാക്ഷാൽ ദൈവം എന്നെ ഇങ്ങനൊരു മിഷനു വേണ്ടിയാണ് പറഞ്ഞയച്ചിരിക്കുന്നത്. തെറ്റായ കാര്യങ്ങളെ എതിർക്കും, അതിനെതിരെ ചോദ്യമുയർത്തും. താങ്കൾ എന്താണ് ഈ പറഞ്ഞു വരുന്നത്? അതായത് 100 കോടി വാങ്ങിക്കുന്ന സ്റ്റാറിനെ എല്ലാം ബ്രേക്ക് ചെയ്ത് അവരെക്കാൾ ഉയർന്ന 1000 കോടി സ്റ്റാർ ആവാൻ പോവുകയാണെന്നല്ലേ? ഞാൻ 1000 കോടിയുടെ ആള് തന്നെയാ. എന്റെ സിനിമകൾ പറഞ്ഞു വന്നാൽ സിനിമ എന്ന് പറയുന്നത് വളരെ വിചിത്രമായൊരു മിക്സ്ചറാണ്. ഇതിൽ സരസ്വതിയുടെയും ലക്ഷ്മിയുടെയും സാന്നിധ്യമുണ്ട്. ഇതൊരു എളുപ്പമുള്ള കാര്യമല്ല. ഒരു കഥയുടെ കാര്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് വളരെ ദൈവികമാണ്. അത് മുഖാന്തരം എനിക്ക് ഒരുപാട് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്താൻ കഴിയും. അതാണ് ഇതിന്റെ ശക്തി. ഈസിയായി എനിക്ക് ജനങ്ങളിലേക്ക് എത്താൻ കഴിയും. അത് 10 വർഷമെങ്കിലും അവർ ഓർത്തോണ്ടിരിക്കും. ഇർഫാൻ, താങ്കൾ എന്താണ് പറഞ്ഞു വരുന്നത്? സരസ്വതി ഫിലിമിൽ ഉണ്ടായിരിക്കണം, ആ ഒരു പവിത്രത സിനിമയിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ മല്ലിക ഷെറാവത്തിനോടൊപ്പം കിസ് ചെയ്ത സീനിനെ കുറിച്ച് താങ്കളുടെ അഭിപ്രായം എന്താണ്? അതും ഒരു പവിത്രതയുള്ളതാണ്. അവര് ലക്ഷ്മിയെപ്പോലെ എനിക്ക് തോന്നുന്നു. ആ സമയത്ത് എന്റെ മനസ്സിൽ ലക്ഷ്മിയാ കടന്നു വന്നത്. അതിനുശേഷം താങ്കൾ സാത് കൂൻ മാഫ് സിനിമയിലാണ് അഭിനയിച്ചത്. അത് ആക്ച്വലി ആ റോൾ അത് എഡിറ്റ് ചെയ്ത വിധത്തിൽ വളരെ മാറ്റമുണ്ടായി. ശരിക്കും പറഞ്ഞാൽ അതൊരു വലിയ റോളല്ല. പക്ഷെ എനിക്ക് വിശാൽ സാറിന്റെ ഒപ്പം പ്രവർത്തിക്കണമെന്നുണ്ടായിരുന്നു. അദ്ദേഹം ഓഫർ ചെയ്തപ്പോൾ ഞാനപ്പോ ചാൻസ് അന്വേഷിക്കുകയായിരുന്നു. എനിക്ക് ആ റോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് സത്യമാണ്. അദ്ദേഹം വൈഫ് ബീറ്റർ എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ പുലമ്പിക്കൊണ്ടിരുന്നു. അതായത് ഇതിൽ എനിക്ക് എന്താ ചെയ്യാനുള്ളത്, ഇതിൽ നിന്ന് എനിക്ക് എന്താ പഠിക്കാനുള്ളതെന്നൊക്കെ ഓർത്ത്. അതായത് ഒരു പെണ്ണിനെ തല്ലുന്നതിൽ, അവരെ ഉപദ്രവിക്കുന്നതിൽ. പക്ഷേ ഞാനതിൽ കുറച്ച് വർക്കൗട്ട് ചെയ്തു. പക്ഷേ എഡിറ്റിംഗ് സമയത്ത് അതിൽ നിന്ന് കുറേ പോർഷൻ അവർ എടുത്തു മാറ്റി. പക്ഷേ ഇക്കാര്യം സത്യമല്ലേ? താങ്കൾ എത്രയോ സിനിമകളിൽ സൈൻ ചെയ്തിട്ടുണ്ട്. അത് താങ്കൾ ആഗ്രഹിച്ചല്ല ചെയ്തത്, പണത്തിനു വേണ്ടി മാത്രം ചെയ്ത കാര്യമാണ്. പക്ഷേ ആ പടങ്ങളൊന്നും ശരിക്കും ഓടിയതുപോലുമില്ല. അതെ, അതുപോലെയൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ കാര്യം എന്താന്ന് വെച്ചാ, മനുഷ്യരാകുമ്പോൾ എക്സ്പെരിമെന്റിന് വേണ്ടി പല കാര്യങ്ങളും ചെയ്തെന്ന് വരാം. ഈ പടം ഹിറ്റാവോന്നൊന്നും എനിക്കറിയില്ല. അതായത് ശരിക്കും പറഞ്ഞാൽ സിനിമ ചെയ്യുമ്പോഴാണ് താങ്കൾക്ക് ഇങ്ങനൊരു സിനിമ ചെയ്തിരിക്കാൻ പാടില്ലെന്ന് ഒരു തോന്നൽ ഏർപ്പെട്ടത്? ഒരുപാടെണ്ണമുണ്ട്. പക്ഷെ പേര് പറഞ്ഞാൽ ശരിയാവില്ല. ഡയറക്ടർക്ക് പോലും അത് ശരിയാണെന്നേ തോന്നൂ. അവരെ നമ്മൾ അപമാനിക്കാൻ പാടില്ല. അതുപോലെയുള്ള സിനിമകൾ ഒരുപാടുണ്ട്. സെറ്റിനകത്ത് കയറിയതും നമ്മൾ തെറ്റ് ചെയ്തല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കാശ് വാങ്ങിച്ചതിന്റെ പേരിൽ, സൈൻ ചെയ്തതിന്റെ പേരിൽ ഞാൻ അതിൽ നിന്ന് പിന്മാറിയാൽ പിന്നെ അത് ശരിയാവില്ല. പലരും പലതും പറയും. അതുകൊണ്ട് അതെല്ലാം ഫിനിഷ് ചെയ്ത് കൊടുത്തേ പറ്റൂ. പ്രൊഫഷണൽ കമ്മിറ്റ്മെന്റാണ്. അതൊരു യാത്രയാണ്. ആ യാത്ര ചെയ്തേ പറ്റൂ. കല്യാണം കഴിച്ച് നമുക്ക് ഇഷ്ടമായില്ലെങ്കിലും പെട്ടെന്ന് ഉപേക്ഷിക്കാൻ കഴിയില്ലല്ലോ. എങ്ങനെയെങ്കിലും സ്വീകരിച്ചല്ലേ പറ്റൂ. താങ്കളുടെ സിനിമകളാണെങ്കിലും ശരി, താങ്കളുടെ ആക്ടിംഗ് ആണെങ്കിലും ശരി, അതിന്റെ വലിയൊരു ജഡ്ജിമാർ ഇവരാണ്. അവർക്ക് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഇവിടെ ധാരാളം പേരുണ്ട്. അവരിൽ ആർക്ക് വേണമെങ്കിലും ചോദിക്കാം. അടുത്ത ആരാണ് ചോദിക്കാൻ പോകുന്നത്? അവിടെ മൈക്ക് കൊടുക്കൂ, ആ സെക്കൻഡ് റോയിൽ. താങ്കൾ ചെയ്യാൻ ആഗ്രഹിക്കാത്ത റോൾ എന്താണെന്നൊന്ന് പറയാൻ പറ്റുമോ? അത് ജയ് ഹനുമാൻ റോളാണ്. താങ്ക് യു സർ, താങ്ക് യു സർ. നിങ്ങളുടെ പടം താങ്ക് യു റിലീസായിരുന്നു. അതിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, അതിലൊരു ഡയലോഗ് ഉണ്ടായിരുന്നു. പെൺകുട്ടികളെക്കുറിച്ചും സ്ത്രീകളെക്കുറിച്ചും എനിക്ക് നന്നായി അറിയാമെന്ന്. സത്യമാണ്, അത് സത്യമാണ് സാർ. എനിക്ക് നിങ്ങളുടെ അടുത്ത് നിന്ന് കുറേ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറയൂ സാർ. ശരി, ഞാൻ ടിപ്സ് തരാം. അതായത് മനുഷ്യരുടെ ഉള്ളു നോക്കുകയാണെങ്കിൽ ഒരാണിന്റെ ഉള്ളിൽ ആണും ഉണ്ടാവും, പെണ്ണും ഉണ്ടാവും. തീർച്ചയായും തീർച്ചയായും. അതുപോലെ ഒരു പെണ്ണിന്റെ ഉള്ളിൽ പെണ്ണും ഉണ്ടാവും, ആണും ഉണ്ടാവും. അതിലുള്ള പെണ്ണിനെ നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. ഞാൻ ഇനി ഒരു കാര്യം കൂടി പറയാം, നന്നായി ശ്രദ്ധിച്ചു കേട്ടോളൂ. ഇതുകൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടാവില്ല. താങ്കളുടെ കരിയറിലേക്കുള്ള ജേർണി അത് മുംബൈയിൽ നിന്നും ഹോളിവുഡ് ഇന്റർനാഷണൽ വരെ എത്തി. താങ്കൾക്ക് ഹോളിവുഡിൽ സെറ്റിൽ ആവണമെന്ന് ആഗ്രഹമില്ലേ? എനിക്ക് അങ്ങനെയൊക്കെ ആവണമെന്നുണ്ടായിരുന്നു. അതുപോലുള്ള ഓപ്പർച്യൂണിറ്റീസും എനിക്ക് കിട്ടി. പക്ഷേ ഞാൻ ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്റ്റേജിൽ, ഒരുപക്ഷെ ഞാൻ യങ് ആണെങ്കിൽ ഇങ്ങനെയൊരു ചാൻസ് എനിക്ക് ആ സമയത്ത് കിട്ടിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ നാട് വിട്ട് ഞാൻ അവിടെ സെറ്റിലായേനെ. പക്ഷേ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഒരുപാട് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. കാനഡയിൽ പോയിട്ടുണ്ട്. അവിടെ 40 വയസ്സിൽ കൂടുതലുള്ള ഒരാൾ ജോലി ചെയ്യുകയാണെങ്കിൽ അയാൾ വളരെ വിഷമത്തിലായിരിക്കും അത് ചെയ്യുന്നത്. യങ് ജനറേഷനിലുള്ള എല്ലാവരും തന്നെ ഇപ്പോൾ ഇൻവോൾവ് ആകും. അവർക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടാവും. പക്ഷെ ഞാനിപ്പോൾ കാണുന്നതിൽ കൂടുതൽ പേരും അവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇത് നല്ലതാണ്. സോ
ഈ ഒരു അവസ്ഥയിൽ എനിക്ക് വേറൊരു രാജ്യത്തേക്ക് പോകാൻ കഴിയില്ല. എനിക്ക് എന്റെ രാജ്യത്ത് തന്നെ കഴിയുന്നതും ഇവിടെ തന്നെ ജീവിക്കുന്നതുമാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഇങ്ങനൊരു തീരുമാനം എടുത്തത്. ഇർഫാൻ, താങ്കൾ ഇവിടെയുള്ള ഫിലിം ഇൻഡസ്ട്രിയിൽ ജോലി ചെയ്യാൻ താല്പര്യപ്പെടുന്നു, ഇവിടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഇവിടുത്തെ ട്രഡീഷണൽ മാറ്റാൻ താങ്കൾ ശ്രമിക്കുകയാണ്. ഇവിടുത്തെ ട്രഡീഷണൽ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഫിലിം സ്റ്റാറിന് ഗോസിപ്പ് വളരെയധികം വരാറുണ്ട്. പക്ഷെ താങ്കളുടെ ലൈഫ് എത്രത്തോളം ബോറിംഗ് ആണെന്ന് വെച്ചാൽ എത്രത്തോളം അന്വേഷിച്ചിട്ട് ഒരു ഗോസിപ്പും ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാനൊരു നല്ല ഓപ്പറേറ്ററാണ്. അതായത് കാര്യങ്ങൾ എനിക്ക് കിട്ടിയിരുന്നു. ആ അതിലൊരു പ്രധാനപ്പെട്ട ന്യൂസ് എന്താണെന്ന് വെച്ചാൽ മമത പട്ടേൽ ഇർഫാന്റെ മേൽ കാസ്റ്റിംഗ് കൗച്ച് ആരോപിച്ചിരിക്കുകയാണ്. ഞാൻ അത്രയും വലിയ ആളൊന്നുമല്ല അവർക്ക് ഈ റോള് കൊടുക്കരുത്, അവർക്ക് ഈ റോള് കൊടുത്താൽ മതി എന്നൊക്കെ പറയാൻ വേണ്ടി. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല. അങ്ങനെ ഒരു അവസരം വരുമ്പോൾ ഞാൻ നിങ്ങളെ അറിയിക്കാൻ പോരെ. മറ്റൊരു ന്യൂസ് കൂടി വന്നിട്ടുണ്ട്. മാഹി കാരണം ഇർഫാനും മാനസിക്കും നടുവിലൊരു അകൽച്ച ഏർപ്പെട്ടെന്ന്. ഇപ്പൊ അത് മാഹിയോട് വേണം ചോദിക്കാൻ. അതിനെക്കുറിച്ച് ഞാൻ എന്തു പറഞ്ഞാലും അതൊരിക്കലും പൂർണ്ണമാവില്ല. മാഹി വളരെ നല്ല നിഷ്കളങ്കയായ ഒരു പെണ്ണാണ്. പിന്നെ ഞാനും തിമാൻഷിയും തമ്മിൽ അകലാൻ വേറൊരു പെണ്ണ് വേണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് അകൽച്ച വരണമെങ്കിൽ അത് വരും, അതിന് വേറെ ആരും ആവശ്യമില്ല. നിങ്ങൾ പരസ്പരം നല്ല സൗഹൃദമാണെന്നാണ് ഞാൻ കേട്ടത്. അതെ അതെ അതെ, അവൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാ. അവൻ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അവനെക്കുറിച്ച് പറയുകയാണെങ്കിൽ പറ്റുമെങ്കിൽ ഇനിയുള്ള എല്ലാ ജന്മത്തിലും അവനെ കണ്ടുമുട്ടണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അവനെൻ്റെ ഫ്രണ്ടായിരിക്കണം. സോ പറ്റുമെങ്കിൽ എന്നെക്കൊണ്ട് കഴിയുവാണെങ്കിൽ ഞാൻ അവനെ വാങ്ങിച്ചുകൊണ്ടുപോയി വീട്ടിൽ വെക്കും. താങ്കളുടെ ലൈഫ് ശരിക്കും താങ്കൾക്ക് ഒരു ബോറിംഗ് ആയിട്ട് തോന്നിയില്ലേ? കാരണം കഷ്ടപ്പെട്ടാണ് ഞാൻ താങ്കൾക്കെതിരായിട്ട് 2 ഗോസിപ്പ് കണ്ടുപിടിച്ചത്. ഞാൻ ഇതാണ് പറഞ്ഞത്, ഇതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല, ഒരു ഗോസിപ്പും ഉണ്ടാവില്ല. ഞാൻ പെണ്ണുങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നു, പക്ഷേ എന്തു മനസ്സിലാക്കണോ അത് ഞാൻ ചെയ്തില്ല. ഇർഫാൻ സാർ, ഞങ്ങൾ എന്താണ് കരുതുന്നത് വെച്ചാൽ താങ്കൾ ഇങ്ങനെയുള്ള ട്രഡീഷണലെല്ലാം തകർക്കുന്നതിന് പകരം താങ്കൾ നല്ല ട്രഡീഷണൽ ഉണ്ടാക്കിയെടുക്കണം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇപ്പോൾ നമുക്കൊരു ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇർഫാനെതിരായ ചോദ്യങ്ങളും അതിനുള്ള ഉത്തരവും തുടരുന്നതായിരിക്കും. ഞാൻ ആക്ടറല്ല, ആക്ടിങ് എനിക്ക് പഠിക്കേണ്ടി വന്നു. അപ്പോൾ എനിക്ക് തോന്നി ഇവിടെ ആക്ടിങ് പഠിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെന്തിനാ ഇവിടെ നിൽക്കുന്നതെന്ന്. അന്ന് എനിക്ക് അങ്ങനെ പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇല്ല. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ നമ്മൾ ഫിലിം സ്റ്റാർ ഇർഫാൻ ഖാനോട് ജനങ്ങൾക്ക് വേണ്ടി ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ആപ്കി അദാലത്തിൽ അടുത്ത കുറ്റാരോപണം. ആപ്കി അദാലത്തിൽ ഫിലിം സ്റ്റാർ ഇർഫാന്റെ മേലുള്ള അടുത്ത കുറ്റാരോപണം. ഇദ്ദേഹം എപ്പോഴും പ്രഷറിലാണ് ഉണ്ടായിരിക്കുന്നത്. ഇർഫാൻ, താങ്കളുടെ സുഹൃത്തുക്കൾ എപ്പോഴും പറയാറുണ്ട് താങ്കൾ എപ്പോഴും പ്രഷറിലാണ് ഉണ്ടായിരിക്കുന്നത്, എപ്പോഴും ആലോചിച്ചുകൊണ്ടേ ഇരിക്കുന്നു. എന്റെ മുഖം കാണുമ്പോൾ ആലോചിക്കുന്ന പോലെ തോന്നും, പക്ഷെ ഞാനൊന്നും ആലോചിക്കില്ല. താങ്കളുടെ വൈഫിന്റെ ഒരു ഇന്റർവ്യൂ കണ്ടു. അതിൽ അവരെന്താ പറഞ്ഞെന്ന് വെച്ചാൽ പെർഫോമൻസിന്റെ കാര്യത്തിൽ അദ്ദേഹം എപ്പോഴും ടെൻഷനായിരിക്കും, ഭ്രാന്ത് പിടിച്ചതുപോലെ മെഗലോമേനിയക്കായിട്ട് ചുറ്റുമെന്നും പറയുന്നു. ഒരു സമയത്ത് ഞാൻ NST ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സമയത്ത് അന്നേരം ഞാൻ ആ ക്രാഫ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചിരുന്നു. ആ സമയത്തൊക്കെ നല്ല പ്രഷറുണ്ടായിരുന്നു. ഞാൻ കരുതിയത് NST അതെനിക്ക് പഠിപ്പിച്ചു തരുമെന്നാണ്. അതായത് അത് എങ്ങനെയുള്ള കാര്യമെന്ന് വെച്ചാൽ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ പ്രാക്ടീസ് ചെയ്ത് സ്വയം മനസ്സിലാക്കി പഠിക്കണം. അതിനുശേഷം വേറൊരു പ്രോസസ് ഉണ്ട്, എല്ലാം പ്രാക്ടിക്കലായി പഠിച്ചു കഴിഞ്ഞതിന് ശേഷം മനസ്സിലാക്കുന്നത്. ഇതങ്ങനെയല്ല, വേറൊരു രീതിയില്ല. ഡാൻസ് തനിയെ പഠിക്കാം, പാട്ടും ചിലപ്പോൾ പഠിക്കാൻ കഴിയും. എനിക്ക് ആക്ടിങ് അറിയില്ല, സോ എല്ലാം പഠിക്കേണ്ടി വന്നു. അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ ആക്ടിങ് പഠിച്ചില്ലെങ്കിൽ എനിക്കിവിടെ നിലനിൽക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് ആ സമയത്ത് എനിക്ക് വല്ലാത്ത പ്രഷർ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ഇല്ല. ശരി, ഇതിന് താങ്കൾ എന്താണ് കാരണമെന്ന് പറയുക? താങ്കളുടെ പേര് സഹാബ് സാദെ ഇർഫാൻ അലി ഖാൻ. താങ്കൾ ആ പൂർണ്ണമായ പേര് ചുരുക്കി വെട്ടിക്കളഞ്ഞിരിക്കുകയാണ്. അതെ, വളർന്നതിന് ശേഷം ഒന്നുകൂടി ചുരുക്കി ഇർഫാനാക്കി കളഞ്ഞു. ഇനിയും വളർന്നാൽ ഇർഫാനെ കട്ട് ചെയ്യാനും ചാൻസ് ഉണ്ട്. ഒരുപക്ഷെ ഇതിന് കാരണം ഇതാണോ, താങ്കൾ ഖാനായിട്ടുള്ളതുകൊണ്ട് അമേരിക്കയിലും താങ്കളെ ഡ്രസ്സൊക്കെ അഴിക്കാൻ പറയുമെന്ന്? പാസ്പോർട്ട് അത് കാര്യം ഇതാണ്, പ്രശ്നം ഇതാണ്. നമ്മുടെ പാസ്പോർട്ടിലെ സർനെയിം എഴുതേണ്ട നിർബന്ധമുണ്ട്. ഇവിടെ ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകൾ ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ മതം ഏതാണെന്ന് അറിയിച്ചേ പറ്റൂ. എന്നെ സംബന്ധിച്ചിടത്തോളം മതം എന്നത് ഒരു പ്രൈവറ്റായ കാര്യമാണ്. അത് നമ്മളും നമ്മുടെ ദൈവവും തമ്മിലുള്ള ഒരു പ്രത്യേക ബന്ധമാണ്, വളരെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു കാര്യം. അത് ഒരു ഫോമിലും എഴുതേണ്ട കാര്യമില്ല. ലോകത്തോട് എനിക്ക് ചോദിക്കാനുള്ളത് ഇതാണ്. എന്റെ ചോദ്യം ഇതാണ്, അമേരിക്കയിൽ താങ്കൾ പോകുന്ന സമയത്ത് ഖാൻ എന്നുള്ള പേരുള്ളതുകൊണ്ട് എപ്പോഴെങ്കിലും താങ്കൾക്ക്
തീർച്ചയായും. എയർപോർട്ടിൽ ഒരിക്കലല്ല പലതവണ എന്നെ തടഞ്ഞിട്ടുണ്ട്. അതെന്നെ പലപ്പോഴും വല്ലാതെ വിഷമിപ്പിച്ചു. ഒരു തവണ ഞാൻ അവരോട് പോവാൻ പറഞ്ഞു, എന്നെ തടഞ്ഞ പോലീസുകാരോട്. ഞാൻ എന്താ പറഞ്ഞെന്ന് വെച്ചാ, ഇഫ് യു ഡോണ്ട് വാണ്ട് ടു ഗിവ് മി എ വിസ, വൈ ഡു യു ഇഷ്യൂ യുവർ വിസ ടു മീ? എന്തിനാ ഇങ്ങനെയൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നതെന്ന്. സോ അവരതിന് വളരെ വിചിത്രമായിട്ട് റിയാക്ട് ചെയ്തിട്ട് പറഞ്ഞു, ആർ യു ത്രെട്ടനിങ് മീ? ആർ യു ത്രെട്ടനിങ് മീ? ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളെ ത്രെട്ടനൊന്നും ചെയ്തിട്ടില്ല, നിങ്ങളോട് ചില ചോദ്യങ്ങൾ ചോദിച്ചാന്ന് പറഞ്ഞു. അവര് കുറച്ച് വിചിത്രമായ ആളുകളാ. അവരെന്താ ചെയ്തെന്ന് വെച്ചാ, നമ്മൾ ഇമിഗ്രേഷൻ ക്രോസ് ചെയ്യുമ്പോ പാസ്പോർട്ട് ചെക്ക് ചെയ്തിട്ട് ജസ്റ്റ് വെയിറ്റ് എന്ന് ഈസി ആയിട്ട് അങ്ങ് പറഞ്ഞോളൂ. ഉടൻ തന്നെ പാസ്പോർട്ട് ക്ലോസ് ചെയ്യും. അപ്പൊ 2 പോലീസുകാർ നമ്മുടെ അടുത്തേക്ക് വരും. അവരുടെ അടുത്ത് ഗൺസ് ഉണ്ടാവും, പിസ്റ്റൾസ് ഉണ്ടാവും. അവർ നമ്മളെ വിളിച്ചോണ്ട് പോയി ഒരു മുറിയിൽ കൊണ്ടിരുത്തും. അവിടെ നമുക്കൊന്നും പറയാൻ പറ്റില്ല, ഫോൺ ചെയ്യാൻ പറ്റില്ല, നമ്മുടെ ഫോണിൽ തൊടാൻ പോലും കഴിയില്ല. നമ്മളെ പിക്കപ്പ് ചെയ്യാൻ വന്ന് വണ്ടിക്ക് ഫോൺ ചെയ്യാൻ പറ്റില്ല. നമ്മൾ മിണ്ടാതെ അവിടെ ഇരുന്നോണം. ജസ്റ്റ് സിറ്റ്. സർ, എന്താ കാര്യം? ജസ്റ്റ് സിറ്റ്. ഫോൺ നോ. അപ്പൊ നമുക്ക് തോന്നും നമ്മൾ എന്ത് തെറ്റാ ചെയ്തതെന്ന്. ഇതൊരു ഹ്യൂമിലിറ്റിംഗ് ആയ കാര്യമാണ്. നമ്മുടെ പേര് മറ്റാരെങ്കിലുമായിട്ട് സാമ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ അതും പറയില്ല. എന്താന്ന് ചോദിച്ചാൽ വ്യക്തമായി മറുപടി പറയില്ല. ക്ലിയർ ആയതിനു ശേഷം കാരണം എന്താന്ന് ചോദിച്ചാലും ഗോ, പ്ലീസ് ഗോ. ഖാൻ എന്നുള്ള പേര് താങ്കളുടെ പേരിൽ നിന്ന് മാറ്റിയതിനു ശേഷം ഇതെല്ലാം കുറച്ച് സിമ്പിളായിട്ട് മാറിയോ? ഒന്നും ഈസിയല്ല. പാസ്പോർട്ടിൽ ഖാൻ എന്നല്ലേ ഉള്ളത്. അതിൽ നിന്ന് എനിക്ക് മോചനം ഉണ്ടായിട്ടില്ല. അങ്ങനെ സ്ഥിരമായി നടക്കുന്നതുകൊണ്ട് ഞാൻ പോകുമ്പോൾ നേരത്തെ അവരോട് പറയും. പ്രൊഡക്ഷൻ വിളിച്ചാൽ ഞാൻ എയർപോർട്ടിൽ കാത്തു നിൽക്കില്ലെന്ന് പറയും. എന്നെ ചെക്ക് ചെയ്താൽ ഞാൻ തിരിച്ചു പോകുമെന്ന് പറയും. അവർ പേടിക്കും. അതായത് ഞാൻ മുൻകൂട്ടി പറയും എന്നെ എക്സ്ട്രാ ചെക്കിംഗ് ഒന്നും ചെയ്യരുത്. ഹോളിവുഡിൽ ധാരാളം സിനിമകൾ ചെയ്തില്ലേ, അതുകൊണ്ട് താങ്കളെ അറിയാമല്ലോ എല്ലാവർക്കും. പക്ഷെ അവിടുത്തെ സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ സിസ്റ്റം വളരെ ഫോളോ ചെയ്യും. ഞാൻ ആരാണെന്നുള്ളത് അവർക്കറിയാം. എന്നാലും അവർക്ക് തോന്നും ഇവന്റെ ഉള്ളിൽ വേറെന്തെങ്കിലും ഉണ്ടോ എന്ന്. അവരൊരിക്കലും സമ്മതിച്ചു തരില്ല. അവർക്ക് നന്നായിട്ടറിയാം ഇദ്ദേഹം സ്പൈഡർമാനിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന്. എന്നാലും ബട്ട് സ്റ്റിൽ. സലാം മുംബൈയിൽ നിന്നും സ്പൈഡർമാൻ വരെ യാത്രയിൽ നിറയെ അച്ചീവ്മെന്റ്സ് നേടിയിട്ടുണ്ട്. ഇതിൽ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്നത്, ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്നത് എന്താണെന്ന് വെച്ചാ, അത് താങ്കളുടെ കണ്ണുകൾ. പാതി ആക്ടിങ് താങ്കളുടെ കണ്ണുകളാണ് ചെയ്യുന്നത്. അത് താങ്കൾ കിട്ടിയ ദൈവസമ്മാനം. സോ അത് താങ്കൾ എല്ലാ പടത്തിലും യൂസ് ചെയ്യാറുണ്ടോ? നിങ്ങൾ തന്ന ഈ കോംപ്ലിമെന്റിന് വളരെ വളരെ നന്ദിയുണ്ട്. നോക്കൂ, ഇതില് എന്റെ പങ്ക് യാതൊന്നുമില്ല, എല്ലാം ദൈവം തന്നതാ. പക്ഷേ ഈ കണ്ണുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ എന്ത് ചെയ്യുന്നോ, നിങ്ങളുടെ ഉള്ളിൽ എന്താണോ നടക്കുന്നത്, അത് നിങ്ങളുടെ കണ്ണിലൂടെ നമുക്ക് അറിയാൻ കഴിയും. പിന്നെ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് കുറവുകളുണ്ട്, ഒരുപാട് കഷ്ടങ്ങളുണ്ട്. അതൊക്കെ എൻ്റെ കണ്ണുകളിൽ അറിയാം. സോ ഇത് നമ്മൾ ഡെലിബറേറ്റ്ലി യൂസ് ചെയ്യില്ല. നമ്മൾ ഡെലിബറേറ്റ്ലി ഇങ്ങനെ ചെയ്താൽ നമ്മുടെ കണ്ണ് ഇങ്ങനെയാവുമെന്ന് ഓർത്ത് ഞാൻ ഒരിക്കലും ഒന്നും ചെയ്തിട്ടില്ല. താങ്കൾ അത് യൂസ് ചെയ്യുന്നില്ലേ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ബട്ട് ഇറ്റ് ഈസ് ഇംപാക്ട്ഫുൾ സർ. ഇറ്റ്സ് Thank എ you so much. കോംപ്ലിമെന്റ്. Thank താങ്ക് യു you. സർ. നന്ദി. താങ്കളുടെ സുഹൃത്തായ ഗ്യാംഷുവിന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ വായിച്ചിരുന്നു. അതിൽ താങ്കളുടെ സെക്സ് അപ്പീൽ അത് ഇന്റലക്ച്വൽ ലേഡീസിനെ മാത്രമേ അട്രാക്ട് ചെയ്യുള്ളൂ. അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത് മറ്റുള്ളവരെ അത് ഹിറ്റ് ചെയ്യില്ലെന്നാ. അത് അദ്ദേഹത്തിന്റെ മഹാമനസ്കത. അതായത് താങ്കൾ മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യണമെന്നാണോ പറഞ്ഞു വരുന്നത്? ചെയ്തേ പറ്റൂ. ഞാൻ പറയുന്നത് അത് മറ്റുള്ളവരെ അട്രാക്ട് ചെയ്യണമെന്നാണ്. എന്തെന്ന് വെച്ചാ, എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ പ്രധാനപ്പെട്ടതാണിത്. പെണ്ണുങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ, എന്നോടുള്ള അവരുടെ അട്രാക്ഷൻ എങ്ങനെയാണ്. ഒരുപക്ഷെ അവര് എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഒരുപക്ഷെ എന്റെ ജീവിതത്തിൽ ഒരുപാട് വിജയങ്ങളുണ്ടാവും. അതിന് കണ്ണുകൾ ഉപയോഗപ്പെടുത്തണം. ഇടയ്ക്കിടെ. സർ, 1988 സലാം ബോംബെയിൽ നിന്നും സാഹിബ് ബേബി ഗാങ്സ് റിട്ടേൺ വരെ താങ്കളുടെ കരിയർ യാത്ര വളരെ ഹാപ്പി ആയിരുന്നു. പിന്നെ സർ, നിങ്ങളെ സംബന്ധിച്ചോളം വളരെ ടഫസ്റ്റ് മോസ്റ്റ് ചാലഞ്ചിങ് റോള് എന്താണ് സർ? ആക്ച്വലി ഞാൻ അഭിനയിച്ച ലൈഫ് ഓഫ് പൈ എനിക്ക് വളരെ ചാലഞ്ചിങ് ആയിരുന്നു. അതിനൊരു കാരണമുണ്ട്. അതിനുവേണ്ടി ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തത്, അതിനുവേണ്ടി അവർ വെച്ച ഡിമാൻഡ്. ഞാനൊരു ഫ്രെയിം വർക്കിൽ വർക്കൗട്ട് ചെയ്യണം. പിന്നീട് ഫിലിമിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതിന് ശേഷം ഒരു ആക്ടറിന്റെ കൂടെ അത് മുഴുവനായിട്ടും സ്ക്രാപ്പ് ചെയ്തു. അവര് മറ്റൊരു ആക്ടറെ വിളിച്ചപ്പോൾ ഞാൻ അത് വീണ്ടും മുഴുവനായിട്ട് അഭിനയിക്കേണ്ടി വന്നു. ചില സീനുകളൊക്കെ വീണ്ടും ഷൂട്ട് ചെയ്യാൻ എളുപ്പമാണ്, പക്ഷേ എമോഷൻ സീനുകളൊക്കെ ഉണ്ടല്ലോ, അത് കുറച്ച് കഷ്ടമാണ്. ലാസ്റ്റ് എൻ്റെ സ്പീച്ചുണ്ട് ബൈക്കിൽ, അത് കേൾക്കുമ്പോൾ തന്നെ കഷ്ടം തോന്നും. അന്ന് ആ ഒരു റോള്. മറ്റൊന്ന് ഇൻ ട്രീറ്റ്മെന്റ് എന്നൊരു സീരീസ്, ഗബ്രിയലിന്റെ കൂടെ ഇൻ ട്രീറ്റ്മെന്റ്, അതിന്റെ 3rd സീസൺ. അതിലെ എൻ്റെ ഒരു കഥയുണ്ട്. എന്നിലൂടെ പിന്നീട് ഒരു വലിയ സീരീസ് തന്നെ പോകുന്നുണ്ട്. അതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. യഥാർത്ഥത്തിൽ ക്രാക്ക് ചെയ്യുന്നത് കഷ്ടമാണ്. ഇതിനെന്താണ് കാരണം? ഹോളിവുഡിൽ താങ്കൾക്ക് ചെറിയ റോൾ മാത്രമേ കിട്ടുള്ളൂ. പിന്നെ ഫിലിം റിലീസാവുന്നതിന് മുമ്പ് അത് ഒന്നുകൂടി ചെറുതാക്കി ചെറിയ റോളായിട്ട് മാറും. അത് പിടിച്ച് ഇവിടെ വലിയ റോൾ കിട്ടുന്നത് അത് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നില്ലേ? ഹോളിവുഡിൽ അഭിനയിക്കുന്ന റോളൊന്നും ചെറുതാണെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ സ്പൈഡർമാന്റെ കാര്യം വിട്ടേക്കൂ.
ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ മെയിൻ റോൾ അല്ലായിരിക്കാം. പക്ഷെ സിനിമ കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് തോന്നിയത് കഥ എന്നിലൂടെയാണ് ട്രാവൽ ചെയ്യുന്നതെന്നാണ്. അത് മെയിൻ റോളായിരുന്നു. പിന്നെ ലൈഫ് ഓഫ് പൈ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അതിലും ചെറിയ റോളാണ്. ചെറിയ റോളാണ്, പക്ഷെ ചെറുതാണെങ്കിലും അത് ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. അതില് പടം അവസാനിക്കുന്ന സമയത്ത് ക്ലൈമാക്സില് ചടപടാന്ന് ആക്ഷൻ ഉണ്ടാവും, വളരെ ഗംഭീരമായിരിക്കും. ആ ഡയറക്ടറിനോട് പറഞ്ഞത് എന്റെ പെർഫോമൻസിലാണ് അവർ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതെന്നാണ്. അതുകൊണ്ട് അദ്ദേഹം എല്ലാ ഭാരവും എന്റെ ചുമലിൽ വെച്ചു തന്നു. കടലിലെ ഫുൾ ജേണി, 100 കോടി ചെലവ്, ഇത് നീ ശരിക്ക് ചെയ്തില്ലെങ്കിൽ പടം ഓടില്ല എന്ന് പറഞ്ഞു. സോ ഇത്രയും വലിയൊരു ചുമതല എന്നെ ഏൽപ്പിച്ചില്ലേ, അതുകൊണ്ട് അതൊരു ചെറിയ റോളാണെന്ന് എനിക്ക് ഒരിക്കലും പറയാൻ കഴിയില്ല. ഇർഫാൻ, താങ്കളോട് ഞങ്ങൾ പല രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിച്ചു. താങ്കളുടെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിച്ചു. താങ്കളുടെ ഗോസിപ്പുകളെ കുറിച്ച് വളരെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച് ഞാൻ ചോദിച്ചു. ഹോളിവുഡിനെ കുറിച്ച് ചോദിച്ചു. മുംബൈയിലെ ട്രഡീഷണൽ ഫിലിമിനെ കുറിച്ച് ചോദിച്ചു. ഞാൻ ചോദിച്ച എല്ലാ ചോദ്യത്തിനും താങ്കൾ വളരെ വ്യക്തമായ ഉത്തരം നൽകുകയും ചെയ്തു. ഇപ്പോൾ നമുക്കൊരു ചെറിയ ബ്രേക്ക് എടുക്കാം. ബ്രേക്കിന് ശേഷം ആപ്കി അദാലത്തിൽ ഇന്നത്തെ ജഡ്ജി അൻഷുൻ ചതുർവേദിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നോക്കാം. വെൽക്കം ബാക്ക്. ആപ്കി അദാലത്തിൽ ഇന്ന് നമ്മൾ വിചാരണ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഫിലിം സ്റ്റാർ ഇർഫാനോടാണ്. ഇനി അടുത്തതായി ആപ്കി അദാലത്തിൽ നമ്മുടെ ജഡ്ജിയുടെ ജഡ്ജ്മെന്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ കോടതിയുടെ തീരുമാനങ്ങൾ ഇതാണ്. ഇർഫാൻ തൻ്റെ അമ്മയോട് ഞാൻ ആടാനും പാടാനും പോകില്ല എന്ന് പറഞ്ഞു. ആ വാക്ക് താങ്കൾ തീർച്ചയായും പാലിച്ചിരിക്കുന്നു. ഇൻഡസ്ട്രിയുടെ അകത്തേക്ക് വന്നു, പക്ഷേ ആടാനും പാടാനും മാത്രമല്ല. സോ താങ്കൾ ജയ്പൂർ യൂണിവേഴ്സിറ്റിയിലെ ടീച്ചർ ആയോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഈ ഇൻഡസ്ട്രിക്ക് താങ്കൾ ആക്ടിംഗ് നന്നായി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആക്ടിംഗ് ഒരിക്കലും വിടരുത്. താങ്കൾ പറഞ്ഞതുപോലെ ജനങ്ങളെ താങ്കളുടെ കണ്ണുകൊണ്ട് കീഴ്പ്പെടുത്തും. വളരെ വളരെ നന്ദി, വളരെ നന്ദി. ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് ഇർഫാൻ ഇതുപോലെ തന്നെ മുംബൈയിൽ, അതുപോലെ ഹോളിവുഡിൽ നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനമായി മാറുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പിന്നെ ജനങ്ങൾക്ക് പുതിയതായി പഠിപ്പിച്ചു കൊടുത്ത് അഭിനയത്തിന്റെ പല മേഖലകളും കടന്നു ചെല്ലും. അങ്ങനെ വിജയത്തിന്റെ ഉന്നതിയിൽ അദ്ദേഹം എപ്പോഴും ഉണ്ടായിരിക്കും എന്നുള്ള വിശ്വാസമുണ്ട്. ഈ ഷോ ഇതോടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു അതിഥിയുമായി ഞാൻ വന്ന് നിങ്ങളെ കാണുന്നതായിരിക്കും. നിങ്ങൾക്കെല്ലാവർക്കും നന്ദി, നമസ്കാരം.